ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10 ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ സഹിക്കാൻ പോകുന്നതിനെ ഭയപ്പെടേണ്ട. നിങ്ങളെ പരീക്ഷിക്കാൻ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കും. നിങ്ങൾ 10 ദിവസത്തേക്ക് പീഡനം സഹിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമക്കളെ, പലപ്പോഴും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ചുറ്റിപ്പറ്റിയാണെങ്കിലും ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്ന് പറയുന്ന കർത്താവിൻ്റെ ആശ്വാസകരമായ ശബ്ദം നാം ഇപ്പോഴും കേൾക്കുന്നു. ആ ശബ്ദം എത്ര ആശ്വാസകരമാണ്! അത് നമ്മെ എങ്ങനെയും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വാക്യത്തിൽ പരാമർശിക്കുന്ന ഈ 10 ദിവസത്തെ കഷ്ടപ്പാട് എന്ന് അർത്ഥമാക്കുന്നത്, ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. 10 എന്ന സംഖ്യ ബൈബിളിൽ പലപ്പോഴും പൂർണ്ണതയോ പ്രതിനിധീകരിക്കുന്നു. സ്നേഹത്തിലും വിശുദ്ധിയിലും മാത്രമല്ല, പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നാം പൂർണ്ണരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകി. 10 വെള്ളി നാണയങ്ങൾ കൈവശം വെച്ചിരുന്ന സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നു. ദാനിയേലും അവൻ്റെ സുഹൃത്തുക്കളും ബാബിലോണിൽ 10 ദിവസത്തേക്ക് പരീക്ഷിക്കപ്പെട്ടു. ദൈവം ദാനിയേലിന് 10 ഇരട്ടി ജ്ഞാനം നൽകി. യേശുക്രിസ്തുവിനെ നോക്കൂ, അവനും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. ബൈബിൾ പറയുന്നു, ദൈവം അവരുടെ രക്ഷയുടെ സൃഷ്ടാവിനെ കഷ്ടപ്പാടുകൾ വഴി പൂർണ്ണനാകുന്നത് ഉചിതമായിരുന്നു എന്ന്. ഇത് എബ്രായർ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവം പരീക്ഷണങ്ങൾ എന്നേക്കും നിലനിൽക്കാൻ അനുവദിക്കുന്നില്ല. ക്രിസ്തു ഏതാനും മണിക്കൂറുകൾ ക്രൂശിൽ തൂങ്ങി. പിന്നീട് മഹത്വത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഉയർത്തപ്പെട്ടു. ദാവീദിന്റെ കഷ്ടപ്പാടുകൾ ഏതാനും വർഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അവന് ശൗലിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഗുഹകളിലും പർവ്വതങ്ങളിലും ഒളിക്കേണ്ടി വന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകൾക്ക് ശേഷം ദൈവം അവനെ ബഹുമാനത്തിലും മഹത്വത്തിലും ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ആ പരീക്ഷണങ്ങൾ തന്നെ കർത്താവിലുള്ള അവന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. ദാവീദ് പിന്നീട് സാക്ഷ്യപ്പെടുത്തി, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് നല്ലതാണെന്ന്. ഇത് സങ്കീർത്തനം 119-ാം അധ്യായം 71-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. യോസഫിനെ കഷ്ടപ്പാടുകൾ വഴി പൂർണ്ണനാക്കാൻ കർത്താവ് അനുവദിച്ചു. അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തു, ഒരു കുഴിയിലേക്ക് എറിഞ്ഞു, ഈജിപ്തിൽ അടിമയായി വിറ്റു, പൊത്തിഫറിന്റെ വീട്ടിൽ വ്യാജമായി കുറ്റം ചുമത്തി, അന്യായമായി തടവിലാക്കി. എന്നാൽ ഒടുവിൽ ആ ദിവസം വന്നപ്പോൾ ദൈവം അവനെ മുഴുവൻ മിസ്രൈമിന്റെയും ഭരണാധികാരിയായി ഉയർത്തി. ഒരിക്കൽ അവനെ നിന്ദിച്ചിരുന്ന അവന്റെ സ്വന്തം സഹോദരന്മാർ അവന്റെ മുൻപിൽ കുമ്പിട്ടു. അവന്റെ എല്ലാ കഷ്ടപ്പാടുകളും വലിയ അനുഗ്രഹങ്ങളായി മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ പരീക്ഷണവും ഉടൻ അവസാനിക്കും. അത് അനുവദിച്ച കർത്താവ് ഉടൻ തന്നെ നിങ്ങളെ ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവന്റെ മഹത്വത്തിൽ നാം പങ്കുചേരേണ്ടതിന് അവന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നുവെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യാൻ യോഗ്യമല്ലെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 54, 55, 56 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 3-ാം അധ്യായം. ആമേൻ.